ഇതാണ് ഹൈദരാബാദ് എയർപോർട്ടിനകത്തെ സ്ലീപ്പിംഗ് പോഡ്. അപ്പോൾ ഇന്ന് രാത്രി 9:30 ആയപ്പോൾ ഞാൻ ഇവിടെ ഹൈദരാബാദ് എയർപോർട്ടിലെത്തി. ഇനി നാളെ രാവിലെ 7:30ക്കാണ് എനിക്ക് ഇവിടുന്ന് ത്രിപുരയിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പം ഇപ്പോൾ ഓൾറെഡി സമയം 10:10 അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ 6:15 എനിക്ക് ഇവിടെ ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ പുറത്ത് പോയൊരു ഹോട്ടലിൽ റൂം എടുക്കാനുള്ള സമയമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഒരു സ്ലീപ്പിംഗ് പോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്ലീപ്പിംഗ് പോഡ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതെല്ലാം ഓരോരോ സ്ലീപ്പിംഗ് പോഡുകളാണ്. ഈ കാണുന്നതൊക്കെ ഓരോ ആൾക്കാർക്ക് ഇതിനകത്ത് കിടക്കാം. ഇത് കാണുന്നതൊക്കെ ഇതാണ് എൻ്റെ 1011 1012 1012 ആണ് എൻ്റെ സ്ലീപ്പിംഗ് പോഡ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കയറുകയാണെങ്കിൽ ഇതുണ്ട്, ഒരു ചെറിയൊരു ഇതാണ്, എന്നാൽ കുഴപ്പമില്ല. നമുക്ക് രാത്രി ഉറങ്ങിയാൽ മാത്രം മതി. പിന്നെ നമുക്ക് ഷൂ വെക്കാനൊരു റാക്കുണ്ട്, നമ്മുടെ ലഗേജ് വെക്കാനൊരു റാക്കുണ്ട്. എൻ്റെ കയ്യിൽ ഒരു ചെറിയ ബാഗേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ നമ്മുടെ റാക്കിനകത്ത് ലോക്കറിനകത്ത് വെച്ചില്ല. ഞാൻ ഈ സ്ലീപ്പിംഗ് പോഡിനകത്തേക്ക് ഇതെടുത്തു. അപ്പോൾ ഇതിനകത്ത് ഉള്ളതെന്ന് വെച്ചാൽ ഇതുണ്ട്, ചെറിയ സൗകര്യമുള്ളൂ. പക്ഷെ രാത്രിയിൽ ഒരു ഉറക്കത്തിന് നമുക്കിത് ധാരാളം മതി. വളരെ കംഫർട്ടബിളായിട്ട് തോന്നുന്നു. ഒരു ചാർജിങ് പോയിൻറ്റും ലൈറ്റും പലതരത്തിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്, പുസ്തകം വായിക്കാൻ ഉള്ള ലൈറ്റ്, ഒരു തലേണയുണ്ട്, ഒരു ബെഡുണ്ട്, ഒരു ഡിസ്പോസിബിൾ ടവലുണ്ട്, ഒരു ബ്ലാങ്കറ്റുണ്ട്. കുഴപ്പമില്ല, നമുക്ക് രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി മാത്രം ആണ് ഈ സ്പേസ്. അപ്പോൾ ദിസ് ഈസ് മോർ ദാൻ ഇനഫ്. അപ്പോൾ ഇന്നത്തെ ഉറക്കം ഹൈദരാബാദിലെ സ്ലീപ്പിംഗ് പോഡിനകത്ത്.